വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ വിചിത്രവാദത്തിന് മറുപടിയുമായി ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഞങ്ങളുടെ പ്രതിനിധി PV ജോഷിലേക്കൊപ്പം ചേരുന്നുണ്ട്. ജോഷിൽ, ഒരുപക്ഷേ ആദ്യം പറഞ്ഞിരുന്നത് കെ.പി.സി.സി സ്ഥലം കണ്ടെത്തുമെന്നായിരുന്നു. പിന്നീട് സണ്ണി ജോസഫ് തന്നെ പറയുന്നു സ്ഥലം സർക്കാർ നൽകുന്നില്ല. വല്ലാത്ത വിചിത്രവാദങ്ങൾ. മാത്രമല്ല, ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയാണ് കെ.പി.സി.സി, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ. എന്താണ് ഇപ്പോൾ റഫീഖിന് പറയാനുള്ളത്? റഫീഖിനോട് നമുക്ക് ചോദിക്കാം. സിജു, ഇന്നലെ വളരെ വിചിത്രമായ വാദവുമായാണ് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സർക്കാർ ഭൂമി നൽകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സർക്കാരുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഭൂമി കണ്ടെത്തി ഞങ്ങൾ വീട് നൽകും എന്നായിരുന്നു KPCC പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഗുണഭോക്തൃ ലിസ്റ്റ് സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ അങ്ങനെ KPCCക്ക് മാത്രമായി ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം വിചിത്രമായ വാദവുമായിട്ടാണ് ഇന്നലെ KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായാണ് ഇന്ന് റഫീഖ്, CPIM ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് വയനാട് ദുരന്ത ഭൂമിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അന്നത്തെ സമീപനം എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് കെ റഫീഖ്. റഫീഖ് അന്ന് DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു ദുരന്തം നടക്കുന്ന സമയത്ത്. അന്ന് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് കൃത്യമായും അറിയാവുന്ന ഒരാളാണ്. എന്താണ് ഈ ഒരു KPCC പ്രസിഡന്റിന്റെ നിലപാടിനോട്, ഇന്നത്തെ നിലപാടിനോട് പ്രതികരിക്കാനുള്ളത്? KPCCയുടെ പ്രസിഡന്റ് ദുരന്തബാധിതരെ കൂടി അപമാനിക്കുന്ന തലത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിക്കുക, എന്നിട്ട് അതിന് കണക്കില്ലാതിരിക്കുക, അവർ രൂപീകരിച്ച ആപ്പ് തന്നെ അപ്രത്യക്ഷമാവുക, എന്നിട്ട് അതിനൊരു ന്യായീകരണം എന്ന നിലയിൽ സ്വയം അപഹാസ്യമാവുന്ന നിലയിലുള്ള പ്രസ്താവനകൾ നടത്തുക. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഫേസ് 1, ഫേസ് 2, ഫേസ് 2B എന്ന നിലയിൽ തിരിച്ചുകൊണ്ട് കൃത്യമായി 3 കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഗുണഭോക്താക്കൾ ലിസ്റ്റ് പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായ വീടിൻ്റെ നിർമ്മാണം ടൗൺഷിപ്പ് എന്ന നിലയിൽ നടന്നു വരികയും ചെയ്യുകയാണ്. ഒരുപാട് വീടുകളുടെ വാർപ്പ് അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബാക്കി എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. രാത്രിയും പകലുമായി ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അപ്പം ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും ഗവൺമെൻറ് ചെയ്യുന്നു. എന്നാൽ ഗവൺമെൻറ് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് സ്പോൺസർ ചെയ്ത ആളുകളുടെ എല്ലാം യോഗം വിളിച്ച് ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് യോഗം വിളിച്ച് ചേർത്ത് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ തങ്ങൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നതിനേക്കാൾ അതിവേഗതയിൽ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ലോകോത്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ചേരാതെ സ്വന്തം നിലയിൽ വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കോൺഗ്രസ് പോയത്. എന്നാൽ ഒരു തരി ഭൂമി പോലും ഇവർക്ക് വേണ്ടി ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചിട്ടുള്ള പണം ഉപയോഗിച്ച് അവർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരി ഭൂമി പോലും കണ്ടെത്താനോ അത് വാങ്ങാനോ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. സർക്കാർ ഈ ഭൂമി നൽകുന്നില്ല എന്നാണ് കോൺഗ്രസ് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. അതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഈ നിലയിൽ സ്വയം അപഹാസ്യനായി പ്രതികരിക്കുന്നതിനോട് കേരളീയ സമൂഹം അത് കാണുന്നുണ്ട്. എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ ഗവൺമെൻറ് പരസ്യപ്പെടുത്തിയൊരു നിലപാടുണ്ട്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി സ്പോൺസർ ചെയ്ത ആളുകൾക്കെല്ലാം പങ്കാളികളാവാം, അതിൻ്റെ ഭാഗമായി ചേരണം എന്ന അഭ്യർത്ഥനയാണല്ലോ ഗവൺമെൻറ് വെച്ചത്. അല്ലാതെയുള്ള പല സംഘടനകളും, കുറച്ച് സംഘടനകളൊക്കെ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവർ ഭൂമി വാങ്ങി വീട് വെച്ച് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില സംഘടനകൾ പുറമേ അവർ ആന്ധ്രയിൽ നൽകിയിട്ടുണ്ട്. പുറമേ നൽകുന്നവർ ആന്ധ്രയിൽ സ്വയം ഭൂമി കണ്ടെത്തുകയും ഗുണഭോക്താക്കളെ കണ്ടെത്തി കൊടുക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ മറ്റു ചില സംഘടനകളൊക്കെ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ഇത് വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞു. കാരണം ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണക്കില്ല. അതിൻ്റെ ഭാഗമായി ഒരു തരി ഭൂമി പോലും വാങ്ങിയിട്ടില്ല. കോൺഗ്രസിനകത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടെ അടുത്ത പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൻ്റെ ചോദ്യം നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രതിഷേധം കോൺഗ്രസിനകത്ത് നിന്ന് ഉൾപ്പെടെയും ജനങ്ങൾക്കിടയിൽ നിന്നും എല്ലാം ഉയർന്നു വന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ന്യായം പറയണമല്ലോ എന്ന് കരുതി പറയുകയാണ്. പക്ഷേ എത്രമാത്രം അപഹാസ്യമായ രൂപത്തിലാണ് അവരുടെ പ്രതികരണം എന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ചേരുകയായിരുന്നു. ഇനി അവർ ചേരുന്നില്ലാത്ത പക്ഷം അവർ അടിയന്തരമായി ഭൂമി കണ്ടെത്തി ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നാണ് ചെയ്യേണ്ടത്. കാരണം ഗവൺമെൻറ് CMDRFിലേക്ക്
പണം ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥന നടത്തിയപ്പോൾ വലിയ രൂപത്തിൽ പണം വരുന്ന സമയത്താണ് അതിനെ തകർക്കുക എന്ന ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ പ്രത്യേകമായ ആപ്പ് രൂപീകരിച്ചുകൊണ്ട് പണം ശേഖരിച്ചത്. പക്ഷേ ഇപ്പോൾ ആപ്പുമില്ല, പണവുമില്ല, ഭൂമിയുമില്ല, വീടുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ദുരുപയോഗം ചെയ്യുന്ന നിലയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന് നമ്മൾ കണ്ടതാണ്, 30 വീട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോടികളാണ് അവർ ശേഖരിച്ചത്. പക്ഷേ അതിനിപ്പോൾ വീടുമില്ല, പണവുമില്ല എന്ന് മാത്രമല്ല പിരിച്ച അധ്യക്ഷനും ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ ആ നിലയിൽ അതിനും യാതൊരു മറുപടിയും അവർക്കില്ലാത്ത നിലയാണ്. അതുകൊണ്ട് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതരുടെ പേരിൽ പോലും കൊള്ള നടത്തിയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും അതിൽ പ്രതിഷേധമുയരുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ബാലിശമായ വാദങ്ങൾ ഉയർത്തി അതിനെ മറയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് വിലപ്പോകില്ല എന്നതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. സിജു, ഇതാണ് കോൺഗ്രസ് ഇതുവരെ പിരിച്ച ഫണ്ടിന്റെ കണക്ക് പോലും പറയാൻ കോൺഗ്രസിനാവുന്നില്ല. അതിനെ മറികടക്കാൻ വേണ്ടി ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സർക്കാർ ഈ ലിസ്റ്റൊക്കെ തന്നെ നേരത്തെ പുറത്തുവിട്ടതാണ്. ഈ ലിസ്റ്റിൽ ആരൊക്കെ ഉൾക്കൊണ്ടു ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സർക്കാരിന്റെ ആ ലിസ്റ്റ് നോക്കിയാൽ മതി. അത് ദുരന്തബാധിതരുടെ കയ്യിൽ പോലും ഇപ്പോഴുണ്ട്. ദുരന്തബാധിതരുടെ മാത്രമല്ല പൊതുജനങ്ങളുടെ കയ്യിൽ പോലും ഉള്ളതാണ്. ലിസ്റ്റ് പുറത്ത് വിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നില്ല ഇതൊക്കെ ബാലിശമായ വാദങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഭൂമി നൽകുന്നില്ല എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ സംഘടനകളും, അതായത് ഗവൺമെന്റുമായി സഹകരിക്കാത്ത സംഘടനകൾ പോലും ഭൂമി സ്വയം കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും കോൺഗ്രസിന് മാത്രം വയനാട്ടിൽ ഭൂമി ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ബാലിശമായ ഒരു വാദം മാത്രമാണ് എന്നതാണ് റഫീഖ് പറഞ്ഞു വെക്കുന്നത്. ശ്രീ PV ജോഷിലെയാണ് ഇപ്പോൾ കെ റഫീഖിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷെ കെ റഫീഖ് പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്തബാധിതർക്കായി പിരിച്ച പണവുമില്ല, ആപ്പുമില്ല, ഭൂമിയുമില്ല, അന്ന് പിരിച്ച പ്രസിഡന്റുമില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപഹാസ്യമാവുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയും KPCC അധ്യക്ഷനും എന്ന വിവരം കൂടിയാണ് കെ റഫീഖ് ഇപ്പോൾ PV ജോഷിലോടൊപ്പം പങ്കുവച്ചത്.